Hi friends, Mallu Vibes in the പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാനെ കുറിച്ചുള്ള വീഡിയോ ആണ് ട്ടോ. ഞാനൊരു 3 വർഷമായി ഇന്നർ ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ കുറച്ച് ബ്രാസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യണേ എന്നുള്ളത് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അതിന്റെ ചാർട്ടും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് തുടക്കക്കാരായ കുട്ടികൾക്ക് പറ്റിയ ഒരു ബ്രായാണ്. അതാണ് ബിഗിനേഴ്സ് ബ്രാ എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു മോഡൽ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ പറയാലോ ഒരു 5ാം ക്ലാസ് മുതലുള്ള പിള്ളേരൊക്കെ ഇപ്പോൾ ബ്രാ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല ഏത് ബ്രായാണ് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് പറ്റിയൊരു ബ്രായാണ് ഈ ഒരു മോഡലാണ്. അതിൻ്റെ ഒരു ഷേപ്പ് ഇത് താഴെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ വള്ളി എന്ന് പറഞ്ഞാൽ വളരെ തിക്നെസ് കുറവാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അവർക്ക് സ്ലിപ്പായിട്ട് ഇത് യൂസ് ചെയ്യാനും സാധിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ര. അപ്പോൾ അടുത്തൊരു മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12-13 വയസ്സ് ഉള്ള പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രായാണ് കേട്ടോ. അതൊരു സ്പോർട്സ് ബ്രാ മോഡലാണ്. ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പ്. ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വലിയൊരു ടൈപ്പ് സ്ട്രാപ്പായിരിക്കും വരുന്നത്. താഴെ നേരത്തെ ബ്രായിൽ കാണിച്ച പോലെ തന്നെ വീതിയുള്ള സ്ട്രാപ്പായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളും ഈ എലാസ്റ്റിക്ക. അപ്പോൾ ഇത് ഹെവി ബ്രസ്റ്റുള്ള പിള്ളേരിൽ തന്നെ ഹെവി ബ്രസ്റ്റുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു ബ്ര യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ബ്രസ്റ്റുള്ള ആൾക്കാർ ഈ ഒരു ബ്ര യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഷേപ്പ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പിള്ളേരാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പാഡഡ് ബ്രായാണ്. പാഡഡ് ബ്രായിൽ തന്നെ 2 ബ്രാസാണുള്ളത്, ലൈറ്റ് പാഡഡും തിക്ക് പാഡഡും. ലൈറ്റ് പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാഡ് ലൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ ട്രാൻസ്പാരൻറ്റ് സ്ട്രാപ്പ്, ഈ ഒരു മോഡലിൻ്റെ ഒപ്പം ട്രാൻസ്പാരൻറ്റ് സ്ട്രാപ്പും കിട്ടും. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിൻ സ്ട്രാപ്പായിരിക്കും. ഇത് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രായാണ്. അതൊരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് നമുക്ക് ടീഷർട്ടിൻ്റെ ഒപ്പവും റയോൺ കുർത്തിയൊക്കെ വെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു ബ്രായാണ് ഈ ഒരു ബ്ര. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാഡ് കുറച്ച് തിക്ക് പാഡഡ് ആയിരിക്കും. ഇത് ബ്രസ്റ്റ് കുറവുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രായാണ്. അപ്പോൾ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിങ് ഉണ്ടാവും താഴെ. പിന്നെ ഈ ഒരു മോഡലിൻ്റെ ഒപ്പം ട്രാൻസ്പാരൻറ്റ് സ്ട്രാപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് തിൻ സ്ട്രാപ്പായിരിക്കും. ഇതും ടീഷർട്ടിൻ്റെ ഒപ്പവും ഈ പറഞ്ഞ കുർത്തിയുടെ ഒപ്പമൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു ബ്രായാണ് ഈ ഒരു ബ്ര. അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് പാഡഡിൽ തന്നെ അണ്ടർ വൈഡ് ബ്രായാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയർ ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ബ്രാ എടുക്കുമ്പോൾ ഈ അണ്ടർ വൈഡ് ബ്രായൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ബാക്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു അഡ്ജസ്റ്റബിൾ ബാക്കിലുള്ള ബ്രാ എടുക്കണേന് കൂടുതൽ നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടും ഇങ്ങനത്തെ ബ്രാക്ക്. ഇത് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി കപ്പാണ്. ഇത് പല കപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എങ്ങനെയാണ് കപ്പ് മെഷർ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഒരു ബ്ര. അപ്പോൾ അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബ്രായാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രായാണ്. ഇതിൻ്റെ സൈഡ് ഒരു സപ്പോർട്ടിങ് കിട്ടും. അപ്പോൾ ഈ ബൾജൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്നോളും. ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വീതി കൂടിയ സ്ട്രാപ്പായിരിക്കും. അപ്പോൾ ഈ ഷോൾഡർ പെയിൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രായാണ്. ഇതിൻ്റെ ഹുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഹുക്കായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് സപ്പോർട്ടിങ് ആയിട്ടിരിക്കും ബാക്ക്. അതാണ് ഇങ്ങനത്തെ ഒരു മോഡലാണത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ബ്രാഡ സൈസ് എടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് ഇതേപോലത്തെ ഒരു ടേപ്പ് വേണം. ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ താഴത്തെ പോർഷനില്ലേ, അതായത് ബ്രസ്റ്റിൻ്റെ താഴെയുള്ള പോർഷനാണ് ആദ്യം തന്നെ നമ്മൾ അളക്കേണ്ടത്. അത് സെൻറ്റിമീറ്ററിലാണ് എടുക്കേണ്ടത്. കാരണം ഞാൻ ഈ ചാർട്ട് തയ്യാറാക്കിയേക്കണത് സെൻറ്റിമീറ്ററിലാണ് തയ്യാറാക്കിയേക്കണത്. അപ്പോൾ നിങ്ങൾക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട. സൈസ് കറക്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള പോർഷൻ നമുക്ക് മെഷർ ചെയ്യാം. ഇതെടുക്കുമ്പോൾ കറക്റ്റ് സൈസിലെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈസ് കറക്റ്റായിട്ട് കിട്ടൂല. അതുപോലെ തന്നെ ഇത് ചുളുങ്ങിയൊന്നും ചെയ്യരുത്. ഇതിൻ്റെ ഇപ്പോൾ സൈസ് കിട്ടിയേക്കണ 82 ആണ് കിട്ടിയേക്കണം. 82 സെൻറ്റിമീറ്ററാണ് കിട്ടിയേക്കണത് താഴത്തെ പോർഷൻ്റെ. അപ്പോൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം.
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഡ സൈസാണ് കേട്ടോ. അതായത് 30, 32, 34, 36 ഇല്ലേ, ആ ഒരു സൈസാണ് ഈ താഴത്തെ പോർഷൻ കണക്കാക്കുന്നത്. ഇനിയുള്ളത് മേളിലത്തെ പോർഷൻ, അതായത് കപ്പ് സൈസ് എങ്ങനെയാണ് എടുക്കണേന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഈ ടേപ്പ് ഇതിൻ്റെ മോൾഭാഗം ഇല്ലേ, അതായത് ഈ കൂർത്തിരിക്കണ മേൽഭാഗം കൊണ്ട് ടേപ്പ് നമ്മൾ മെഷർ ചെയ്യാം. ഇതിലെനിക്ക് കിട്ടിയിരിക്കുന്നത് 97 ആണ്. താഴത്തെ പോർഷൻ കിട്ടിയേക്കണത് 82ഉം മേളിലത്തെ കപ്പ് സൈസ് കിട്ടിയിരിക്കുന്നത് 97ഉം ആണ്. അത് നമ്മൾ ആ ചാർട്ടിൽ നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു സൈസ് വെച്ചിട്ട് ഇതിൻ്റെ സൈസ് വരുന്നത് 36ൽ സി കപ്പാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഈ മേളിലത്തെ പോർഷൻ എത്ര സെൻറ്റിമീറ്റർ കിട്ടും, ഈ താഴത്തെ പോർഷൻ എത്ര സെൻറ്റിമീറ്റർ കിട്ടും എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ആ ചാർട്ടിൽ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് നിങ്ങളുടെ സൈസ് എന്നുള്ളത്. അപ്പോൾ ഇത് സിമ്പിളല്ലേ എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് ഏതൊക്കെ ബ്രായാണ് കുർത്തിക്കും ചുരിദാറിനും യൂസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.